തിരുവനന്തപുരം വെമ്പായം ചിറമുക്കിൽ നിന്നൊരു വാർത്ത വരുന്നു. 2.5 വയസ്സുകാരിയെ അങ്കണവാടി ടീച്ചർ കമ്പി കൊണ്ട് അടിച്ചു എന്ന് പരാതി. ചിറമുക്ക് സ്വദേശികളായ സീന മുഹമ്മദ് ഷാ ദമ്പതികളുടെ മകൾക്കാണ് അടിയേറ്റത്. ഷൂറാക്കിന്റെ കമ്പി ഉപയോഗിച്ച് അടിച്ചു എന്നാണ് പരാതി. AV ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, ഈ പരാതി എന്നുള്ളത് നമ്മൾക്ക് ഈ കുട്ടിയെ കാണാൻ കഴിഞ്ഞോ? മാതാപിതാക്കളുടെ പരാതി, ആ പരാതിയിൽ കഴമ്പുണ്ടോ? എന്താണ് വാസ്തവം? ഇത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ വല്ലാതെ വേദന തോന്നുന്നു. ആ കുഞ്ഞിനെ അങ്ങനെ അവർ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ ഒരു പിഴവാണ് അവർ വരുത്തിയിട്ടുള്ളത്. സ്മിത, അല്പസമയം മുമ്പാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞത്. അതായത് 2.5 വയസ്സുകാരിയെ അംഗനവാടി അധ്യാപിക കമ്പി കൊണ്ട് അടിച്ചു എന്നാണ് കുടുംബത്തിൻ്റെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട കുടുംബം ചൈൽഡ് ലൈൻ ഉൾപ്പെടെ ഈ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം വെമ്പായം ചിറമുക്കിലാണ് ഇത്തരത്തിൽ അംഗനവാടി അധ്യാപിക 2.5 വയസ്സുകാരിയെ കമ്പി കൊണ്ട് അടിച്ചതായി ഒരു ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഈ ഷൂറാക്കിൻ്റെ കമ്പി കൊണ്ടാണ് ഈ കുട്ടിയെ അടിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. ഈ വീട്ടിലെത്തി കുട്ടിയുടെ ദേഹവും മറ്റും പരിശോധിച്ചൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മുറിയുടെ പാടും ഈ അടിയുടെ പാടും എല്ലാം കണ്ടെത്തിയെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ഈ ചിറമുക്ക് സ്വദേശികളായ സീന മുഹമ്മദ് ഷാ ദമ്പതികളുടെ കുട്ടിക്കാണ് ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടികൾക്കെതിരെ ഇത്തരത്തിലുള്ള ക്രൂരത പാടില്ലെന്ന് പലപ്പോഴും സർക്കാരും ഇവിടുത്തെ പോലീസ് സംവിധാനം ഉൾപ്പെടെ പറയുമ്പോഴാണ് ഒരു അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായി എന്നുള്ള തരത്തിൽ ഇത്തരത്തിലൊരു ക്രൂരത ഉണ്ടായി എന്നുള്ള രീതിയിൽ ഒരു വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും ഈ ഒരു ബിന്ദു എന്ന അധ്യാപികയ്ക്കെതിരെയാണ് ഈ കുടുംബത്തിൻ്റെ ആരോപണം. എന്തായാലും ചൈൽഡ് ലൈൻ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ പരിശോധന നടത്തുന്നതെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വാർത്തകൾ വന്നിരുന്നു. ആ ഘട്ടത്തിൽ ഉൾപ്പെടെ ചൈൽഡ് ലൈനും ബാലാവകാശ കമ്മീഷനും ഉൾപ്പെടെ ഇത്തരത്തിൽ വിഷയങ്ങളിൽ വലിയ തോതിലുള്ള ബോധവൽക്കരണം നടത്തി കർശന നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി. അപ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ഇത്തരത്തിൽ ഒരു 2.5 വയസ്സുകാരിക്ക് നേരെ അംഗനവാടി അധ്യാപികയുടെ ക്രൂരത എന്നൊരു വാർത്ത പുറത്തു വരുന്നു. വലിയ ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും വരാറുണ്ട്. കുടുംബം നിലവിൽ ഈ ശിക്ഷാ സമിതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെ ഇടപെടലടക്കം ഈ വിഷയത്തിൽ ഇനി വരാനുണ്ട്. സ്മിത, AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ആ വാർത്തയിൽ കൃത്യമായ അന്വേഷണം നടക്കട്ടെ. പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുതരമായ പിഴവാണ് ആ ടീച്ചറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പിഞ്ചു കുഞ്ഞിനെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കടുത്ത ശിക്ഷ തന്നെ നൽകണം. അന്വേഷണം നടക്കട്ടെ.